വെൽക്കം ടു 7 മിറക്കിൾസ് ചാനൽ. നമ്മളിപ്പോൾ ഈ നിമിഷം സംസാരിക്കുമ്പോഴും ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരുന്ന് നിങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഒരു നോട്ടിഫിക്കേഷൻ വരാനായി കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വോയിസ് മെസ്സേജുകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നവർ. ആരും കാണാതെ നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ആളെ എങ്ങനെ തിരിച്ചറിയാം? വെറുതെ ഒരു ഊഹമല്ല, വ്യക്തമായ ചില സൂചനകളുണ്ട്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് ഒന്നുപോലും വിടാതെ അവസാനം വരെ കേൾക്കണം. 1. അൺപ്രഡിക്റ്റബിൾ റീച്ച് ഔട്ട്സ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ അപ്രതീക്ഷിത മെസ്സേജുകളാണ്. വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നോ അല്ലെങ്കിൽ എവിടെയോ കണ്ട ഒരു ഫണ്ണി വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരികയോ ചെയ്യുന്നത് വെറുതെയല്ല. അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുവെന്ന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ട് അവർ കണ്ടെത്തുന്ന വഴികളാണിവ. നിങ്ങൾക്കറിയാമോ, ഒരു പാട്ട് കേൾക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ വന്നതുകൊണ്ടാവാം അവർ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നത്. 2. സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം. ഇനി സോഷ്യൽ മീഡിയയുടെ കാര്യം നോക്കൂ. നിങ്ങളുടെ പഴയ ഫോട്ടോകൾക്ക് പെട്ടെന്ന് ലൈക്ക് വരികയോ നിങ്ങളിടുന്ന സ്റ്റോറികൾ മിനിറ്റുകൾക്കുള്ളിൽ അവർ കാണുകയോ ചെയ്യുന്നുണ്ടോ? ഇതിനർത്ഥം അവർ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ഇടയ്ക്കിടെ ഒന്ന് കണ്ണോടിക്കുന്നു എന്നതാണ്. നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ അവർക്ക് വലിയ ആകാംക്ഷയാണ്. ഇത് വെറുമൊരു കൗതുകമല്ല, മറിച്ച് ആഴത്തിലുള്ള ആഗ്രഹമാണ്. 3. നിസ്സാരമായ കാര്യങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു രസകരമായ കാര്യം പറയട്ടെ, നിങ്ങൾ പണ്ട് എപ്പോഴോ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ അവർ കൃത്യമായി ഓർത്തിരിക്കും. നിനക്ക് ഈ നിറം ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തോ അന്ന് നീ ആ കടയിൽ നിന്ന് കഴിച്ച ഭക്ഷണം കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട. ഒരാളെ നമ്മൾ മിസ് ചെയ്യുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ കാര്യവും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. നിങ്ങളെ അവർ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാ മനസ്സിലാക്കുക? 4. ശബ്ദത്തിലെ മാറ്റം. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിലെ ആവേശം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളെ കേൾക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക തിളക്കവും സന്തോഷവും വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർ ആ കോളിനായി അത്രമേൽ കാത്തിരിക്കുകയായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വയ്ക്കാൻ അവർക്കൊരു മടി തോന്നും. പിന്നെ വേറെന്താ വിശേഷം എന്ന് ചോദിച്ച് സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് അവർക്ക് നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. പഴയ ഓർമ്മകളുടെ പങ്കുവയ്ക്കൽ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പഴയ ഫോട്ടോയോ അല്ലെങ്കിൽ പണ്ടെപ്പോഴോ നടന്ന ഒരു രസകരമായ സംഭവമോ അവർ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയുന്നതും ഒരു ലക്ഷണമാണ്. നമ്മൾ അത് അവിടെ പോയത് ഓർക്കുന്നുണ്ടോ എന്നവർ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ആ പഴയ നിമിഷങ്ങളിലേക്ക് തിരിച്ചുപോയി നിങ്ങളെ അവിടെ തിരയുകയാണ്. ആ നിമിഷങ്ങളിൽ നിങ്ങൾ അവർക്ക് നൽകിയ സന്തോഷം അവർ വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയാനുള്ള ഏറ്റവും മനോഹരമായ വഴിയാണ്. 6. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുക. ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും അവർ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. ഞാൻ ഈ ഷർട്ട് വാങ്ങട്ടെ, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നോ അവർ പറയുന്നത് അവർക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്തതുകൊണ്ടല്ല, പകരം ആ തീരുമാനത്തിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കാനും നിങ്ങളുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാനും അവർ കണ്ടെത്തുന്ന ചെറിയ കാര്യങ്ങളാണിവ. 7. തിരക്കുകൾക്കിടയിലെ സമയം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായത്. എത്ര തിരക്കുള്ള ഒരാളാണെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കായി സമയം കണ്ടെത്തും. ഭയങ്കര തിരക്കിലായിരുന്നു എങ്കിലും നിന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ആ തിരക്കേറിയ ലോകത്ത് ഏറ്റവും പ്രയോറിറ്റി നിങ്ങൾക്കാണെന്നാണ്. ലോകം മുഴുവൻ മാറ്റിവെച്ച് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിലെ എത്ര വലിയ ഭാഗമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. 8. പെട്ടെന്നുള്ള മൗനം. സംസാരത്തിനിടയിൽ വല്ലപ്പോഴും ഉണ്ടാവുന്ന ആ ദീർഘമായ മൗനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അസ്വസ്ഥത കൊണ്ടല്ല, മറിച്ച് നിങ്ങളെ അടുത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല വെറുതെ എന്നവർ മറുപടി നൽകിയേക്കാം. പക്ഷേ ആ മൗനത്തിൽ പറയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന ആ വലിയ ആഗ്രഹമാണ് ആ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്നത്.
9. മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഇല്ലാത്തവരിടത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ മറ്റോ അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സൂചനയാ. അവൻ അല്ലെങ്കിൽ അവൾ ഇത് നന്നായി ചെയ്യുമായിരുന്നു എന്നോ, ഇല്ലെങ്കിൽ അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നോ അവർ മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ അവരുടെ ചിന്തകളിൽ അത്രമേൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെ നേരിട്ട് അറിയിച്ചില്ലെങ്കിലും അവരുടെ ലോകത്തെ ഓരോ ചർച്ചകളിലും നിങ്ങളുടെ പേര് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ആഴത്തിലുള്ള മിസ്സിംഗ് തന്നെയാണ്. ചില മൗനങ്ങൾക്ക് ശബ്ദത്തേക്കാൾ കരുത്തുണ്ട്. മിസ് ചെയ്യുന്നുവെന്ന് 1000 വട്ടം പറയുന്നതിനേക്കാൾ ആഴമുണ്ടാകും ഒരാൾക്കായി കാത്തിരിക്കുന്ന ആ നിശബ്ദമായ നിമിഷങ്ങൾക്ക്. ദൂരങ്ങൾ കൊണ്ട് ഒരിക്കലും സ്നേഹത്തെ അളക്കാനാവില്ല. കാരണം കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ദൂരത്തുള്ളവരെയാ പലപ്പോഴും ഹൃദയം ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ മുഖം തെളിഞ്ഞു വന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? ചിലപ്പോൾ ആ മുഖം കാണുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കണ്ണുകളൊന്ന് നനഞ്ഞിട്ടും ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഈ തിരക്ക് പിടിച്ച ലോകത്ത് ഒരാൾ നമ്മളെ ഓർക്കുന്നുണ്ട് എന്നറിയുന്നത് ഏറ്റവും വലിയ ആശ്വാസമാണ്. എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന് ഉറക്കെ പറയുന്നതിനേക്കാൾ വലിയ സ്നേഹമാണ് ആരും കാണാതെ നമ്മുടെ പഴയ മെസ്സേജുകൾ വായിച്ചിരിക്കുന്നതും നമ്മുടെ ഓർമ്മകളിൽ തനിച്ചിരിക്കുന്നതും. സ്നേഹമെന്നത് എപ്പോഴും വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ പറഞ്ഞ സൂചനകളിലൂടെയൊക്കെ അവർ നിങ്ങളോട് പറയാതെ പറയുന്നത് ഒന്ന് മാത്രമാണ്: എനിക്ക് നീ അത്രമേൽ പ്രിയപ്പെട്ടതാ. ജീവിതം വളരെ വലുതാ. അഭിമാനത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ പേരിൽ ആ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ തിരിച്ച് മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ ഒട്ടും മടിക്കേണ്ട കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹലോ അല്ലെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരി മതിയാകും അവരുടെ ആ വലിയ വിഷമത്തെ മായ്ച്ചു കളയാൻ. ഈ വീഡിയോ ഇപ്പോൾ കണ്ടു തീർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന ആ വ്യക്തിക്ക് ഒരു മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യൂ. ആ വിളിയായിരിക്കാം ഇന്ന് അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. സ്നേഹിക്കാൻ വൈകരുത്. കാരണം സ്നേഹിക്കപ്പെടുക എന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു മനോഹരമായ നിമിഷത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ആ ഓർമ്മകളിൽ സ്നേഹത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് accept the miracles right now.